2024 LGS ആലപ്പുഴ എറണാകുളം കോഴിക്കോട് ജില്ലയിൽ ചോദിച്ചിരുന്ന മാത്സ് ആദ്യത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആകെ 10 ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അതിൽ തന്നെ നമ്മൾ കേരള PSC 2 ക്വസ്റ്റ്യൻ എന്താണ് ഓപ്ഷൻ ഇല്ലാത്ത തെറ്റായിട്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് 2 ക്വസ്റ്റ്യനിൻ്റെ ആൻസർ എന്താണ് തെറ്റായിരുന്നു. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, 81ാമത്തെ 82ാമത്തെ ഈ 2 ക്വസ്റ്റ്യനാണ് ഞാൻ പറഞ്ഞ എന്താണ് റിജക്റ്റ് ആയിപ്പോയ 2 ക്വസ്റ്റ്യൻ. ഇത് ബോർഡ് മാസ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ബോർഡ് മാസ് റൂൾ എന്ന് അറിയാലോ. അതായത് 81ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 7 × 8 / 2 × 14 + 3². ആദ്യം തന്നെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? ഈ ഡിവിഷൻ ഉള്ളത് കൺസിഡർ ചെയ്യണം. അപ്പം 7 × 4 × 14 + 3² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9. ഓക്കെ, അപ്പം 4 28 × 14 + 9. 28 × 14 എന്ന് പറയുന്നത് 28 × 14 എന്ന് പറയുന്നത് 8 4 2 2 4 8 11 8 2 2 9 392 + 9 എന്ന് പറയുന്നത് എത്ര? 401 ആണ് ആൻസർ. പക്ഷേ ഇത് എന്താണ് നമ്മുടെ ഓപ്ഷനിൽ ഇല്ല. അപ്പം ഈ ക്വസ്റ്റ്യന് തെറ്റായിരുന്നു, പക്ഷേ ഇതിൻ്റെ ആൻസർ ഇങ്ങനെയാണ് വരിക 401. സോ ഇതേപോലെ ക്വസ്റ്റ്യൻ നമ്പർ 82 എന്നാണ് A² × 2/2 × 7 A² × 2/2 × 7. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിവിഷൻ ഉള്ളത് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുക. സോ A² × 1 × 7. A² എന്ന് പറയുന്നത് 49 49 × 1 × 7 49 × 7 എത്ര? 49 × 7 3 4 28 34 343 ആണ് ആൻസർ വരുന്നത്. ഈ ഒരു ആൻസറും എന്താണ് നമ്മുടെ ഓപ്ഷനിലില്ല. അപ്പോൾ ഇതും തെറ്റായിരുന്നു. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യന് നിങ്ങൾ ചെയ്യാൻ വേണ്ടി മെനക്കെട്ടിരുന്നു എന്നുണ്ടെങ്കിൽ എന്താണ് അത്രയും സമയം നമുക്ക് ഉണ്ടാവും നഷ്ടപ്പെടും. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റൂൾ വെച്ചിട്ടാണ്. അപ്പം അത് മനസ്സിലാക്കി ചെയ്യുക. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 1/2 2/3 3/4 1/5 ഇവ ആരോഹണ ക്രമത്തിൽ, അതായത് ചെറുത് നിന്ന് വലുതിലേക്ക് എന്നുള്ള പോലെ എഴുതാനാണ് പറയുന്നത്. സോ 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് 1/2 1 - 2 എന്ന് പറയുമ്പോൾ 0 ഇവിടെ വരും, പോയിന്റ് വരും, 5 2, അതായത് 0.5 ആണ് എന്ത് 1/2 എന്ന് പറയുന്നത്. 0.5 ആണ് 1/2. അത് കഴിഞ്ഞ് 2/3 എന്ന് പറഞ്ഞാൽ എന്താണ് 2/3 ഇതേപോലെ തന്നെ ചെയ്യുമ്പോൾ 2/3 0 വരും, 6 3 പോയിന്റ് 6 3 18 പിന്നെ 2 വരും, അങ്ങനെ പോകുമ്പോൾ 0.666 എന്ന് പറയുന്ന ലൈനിലായിരിക്കും വരിക. അതേപോലെ 3/4 ചെയ്യുമ്പോൾ 0 പോയിന്റ് 7 7 4 28. അപ്പം 0.7 സംതിങ് ആണ് 5 ആണ് വരിക. അതേപോലെ 1/5 എത്രയാണ്? 1/5 0.2 ആയിരിക്കും വരിക. 0.2 ആയിരിക്കും വരിക. അപ്പോൾ ഇങ്ങനെ ഡെസിമലിലാക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? 0.2 ലെസ് ദാൻ 0.5 ലെസ് ദാൻ 0.6 ലെസ് ദാൻ 0.75. അതായത് 0.2 എന്ന് പറയുന്നത് 1/5. ഈ 1/5 ഫസ്റ്റ് ഓപ്ഷൻ ഏതാണ്? ഇതാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 1/5 ലെസ് ദാൻ 1/2 ലെസ് ദാൻ 2/3 ലെസ് ദാൻ 3/4 ആണ് ആൻസർ. സോ അടുത്ത ക്വസ്റ്റ്യൻ 84ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു കുടുംബത്തിലെ 5 പേരുടെ ശരാശരി ഉയരം എന്ന് പറയുന്നത്, ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 160 സെൻറ്റിമീറ്റർ ആണ്. 84ാമത്തെ ക്വസ്റ്റ്യൻ 160 ആണ്. അതിൽ 4 പേരുടെ ഉയരം. അപ്പോൾ 5ാമത്തെ ആളുടെ ഉയരം കാണാൻ 5ാമത്തെ ആളുടെ ഉയരം ഞാൻ എക്സായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 163 + 160 + 161 + 162 + x. ഇതാണ് 5ാമത്തെ ആൾ. x / 5 = എത്രയാണ്? 160. അപ്പം
163 പ്ലസ് 160 പ്ലസ് 161 പ്ലസ് 162 പറയുന്നത് 646 പ്ലസ് 5 ഈക്വൽ ടു 160. അപ്പം 646 പ്ലസ് ഈക്വൽ ടു ഈ 5 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 160 ഇൻറ്റു 5 എന്ന് പറയുന്നത് 800. അപ്പം എക്സ് എന്ന് പറയുന്നത് 800 മൈനസ് 646 154. ഓപ്ഷനിൽ ഇ. ഓക്കെ, ഓപ്ഷൻ ഇ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ നേരത്തെ ചെയ്ത പോലെ ബോർഡ് മാസ് റൂൾ തന്നെയാണ്. 41 മൈനസ് 30 പ്ലസ് ആദ്യം എന്താക്കുക, ബോർഡ് ബ്രാക്കറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതെന്താണ്, 41 മൈനസ് 30 പ്ലസ് 52 ഇൻറ്റു 7. ഇനെന്താണ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പം 41 മൈനസ് 30 പ്ലസ് 52 ഇൻറ്റു 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 352 ഇൻറ്റു 7 364. 364 പ്ലസ് ഇപ്പോൾ 41 മൈനസ് 30 എന്ന് പറയുമ്പോൾ 9 9 പ്ലസ് 364 എന്ന് പറയുന്നത് 375 അല്ലേ. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. സോ അടുത്ത ക്വസ്റ്റ്യൻ 86ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു വിമാനം അരമണിക്കൂർ സമയം കൊണ്ട് 250 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. വിമാനത്തിൻ്റെ വേഗത എത്ര? വേഗത, സ്പീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഓക്കെ, സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. സോ ഇവിടെ എന്താണ്, സമയം തന്നിട്ടുണ്ട് അരമണിക്കൂർ. ആൻസറൊക്കെ കിലോമീറ്റർ പെർ ഹവറിലായതുകൊണ്ട് എന്താണ് നമ്മൾ ഇനി ഇതിനെ യൂണിറ്റ് ചേഞ്ച് ആക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്പീഡ് കാണാനാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ തന്നിട്ടുള്ളത് 250 ബൈ അരമണിക്കൂർ എന്ന് പറയുന്നത് 0.5 എന്നാക്കി എഴുതാം. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ പോയിന്റിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഈ പോയിന്റ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ താഴത്തും മുകളിലും എന്താക്കുക, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 250 ഇൻറ്റു 10 ബൈ 0.5 ഇൻറ്റു 10. ഇപ്പം എന്താണ് 25,000 ബൈ 5. 5ഉം 5ഉം ഇവിടെ കട്ട് ചെയ്യും. 500. ഈ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 87ാമത്തെ ക്വസ്റ്റ്യൻ. 1600 രൂപയ്ക്ക് വാങ്ങിയ ഒരു വസ്തു 12% നഷ്ടത്തിൽ വിറ്റുവെങ്കിൽ വിറ്റ വില എത്ര? ആദ്യം എന്ത് ചെയ്യാം, 1600ൻ്റെ 12%. അതിന് 1600 ഇൻറ്റു 12/100. ഓക്കെ, 1600 ഇൻറ്റു 12/100 എന്ന് പറയുന്നത് 1600 ഇൻറ്റു 0.12. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 192. 192. ഈ 192 നഷ്ടത്തിലാണ് വിറ്റതെന്ന് പറഞ്ഞു. അപ്പം എന്താക്കുക, 1600 മൈനസ് 192 ചെയ്യുമ്പോൾ കിട്ടേണ്ട ആൻസറാണ് ഇവിടെ വരിക. 1600 192 മൈനസ് ചെയ്താൽ 1408. ഓപ്ഷനിൽ ബി. ഓക്കെ, ഓപ്ഷൻ ബി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 55, 80, 10 എന്നീ സംഖ്യകളുടെ ഉസാക HCF കാണാനാണ് പറയുന്നത്. HCF കാണാൻ ആദ്യം എന്താ ചെയ്യുക, 55ൻ്റെ ഘടകങ്ങൾ എടുക്കുക. എന്നിട്ട് അതിൽ കോമൺ ആയിട്ടുള്ള ഏതാണെന്ന് നോക്കുക. ആ കോമൺ ആയിട്ടുള്ളതിൽ പൊതുവായിട്ടുള്ളതിൽ ഏതാണ് ഏറ്റവും വലിയ നമ്പർ ഏതോ അതാണ് ശരി. അപ്പോൾ 55ൻ്റെ ഘടകങ്ങൾ നമ്മൾ എടുക്കാൻ വേണ്ടി പോവുകയാണ്. 5 പോകും 11 ഡിവൈഡ് ബൈ 11 പോകും 1. 5ഉം 1ഉം ഇവിടെ ഇനി 80 എടുക്കുമ്പോൾ 80 2 40 2 20 2 10 5 2 2 1. ഇവിടെയും 5 1. ഇനി എന്താണ് 100 ഡിവൈഡ് ബൈ 2 50 2 25 5 5 5 1. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ കോമൺ ആയിട്ട് എന്തുണ്ട്, 5 ഉണ്ട് 1 ഉണ്ട് 5 ഉണ്ട് 1 ഉണ്ട് 1 ഉണ്ട് 5. ഓക്കെ, 5ഉം 1ഉം കോമൺ ആയിട്ട് ഇവിടെ എന്താണ് വരുന്നുണ്ട്. ഈ കോമൺ ആയിട്ടുള്ളതിൽ ഏറ്റവും വലുതാണ് 5. 5ആണ് അപ്പോൾ എന്ത് HCF. 5ആണ് എന്ത് HCF. ഓപ്ഷൻ സി. കൂട്ടത്തിൽ ചേരാത്തത് 8 16 27 64. 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 2ൻ്റെ ക്യൂ ആണ്. അതേപോലെ 16 എന്തിൻ്റെങ്കിലും ക്യൂ ആണ്. 16
2ന്റെ ക്യൂബല്ല 3ന്റെ ക്യൂബ് 16 പക്ഷെ എന്താണ് 4ന്റെ സ്ക്വയറാണ്. പക്ഷേ ഞാൻ എന്ത് ചെയ്ത് നോക്കാം. 16 4ന്റെ സ്ക്വയറാണ്. 27 3ന്റെ ക്യൂബാണ്. അതേപോലെ 64 4ന്റെ അല്ലേ 64 4ന്റെ ക്യൂബാണ്. ഇവിടെ ക്യൂബാണ് ബാക്കിയുള്ള നമ്പറൊക്കെ. പക്ഷെ എന്താണ് സ്ക്വയറാണ് 16. അപ്പോൾ 16ആണ് ഇത്. ശരി. സോ അടുത്ത ക്വസ്റ്റ്യൻ 89 കഴിഞ്ഞ് 90. 1 3 6 9 എന്നിങ്ങനെ തുടങ്ങുന്ന ശ്രേണിയുടെ അടുത്ത പദം ഏതാണ്? 1 3 6. ഏതായിരിക്കും? 3ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം 2, ഇത് 3. അപ്പോൾ ഇവിടെ 4 ആയിരിക്കും. ഇവിടെ 10 വരേണ്ടി വരിക. അതായത് 1-ന്ന് 2 കൂട്ടിയപ്പോഴാണ് 3 ആയത്. 3-ന്ന് 3 കൂട്ടിയപ്പോഴാണ് 6 ആയത്. 6-ന്ന് 4 കൂട്ടിയാലല്ലേ ഏതോ ഒരു നമ്പർ വേണ്ടി. ഓപ്ഷൻ എ ആണ് ആൻസർ. സോ ഇത്രയാണ് ക്വസ്റ്റ്യൻ. അത് 2 ക്വസ്റ്റ്യൻ എന്താണ് റിജക്റ്റ് ആയി പോയതാണ്. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.